എസ്തെറ്റിക് സെൻസ്, സൗന്ദര്യബോധം, അത് വ്യക്തിനിഷ്ഠമാണെങ്കിലും ഒരാളുടെ സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നാണ് ഇമ്മാനുവൽ കാന്റ് പറയുന്നത്. ഇതിനെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. സൗന്ദര്യം ഒരു ബാഹ്യ വസ്തുവല്ല. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ഒരാൾ അനുഭവിക്കുന്നു എന്ന നിലയിൽ ആ അനുഭൂതി അയാളുടേതാണ്. എന്നാൽ അയാൾക്കുണ്ടാകുന്ന സൗന്ദര്യാനുഭൂതി അതേ രീതിയിൽ മറ്റുള്ളവർക്കും അനുഭവിക്കാനാവും. അങ്ങനെ സൗന്ദര്യ ആസ്വാദനം ഒരേ സമയം പേഴ്സണലൈസ്ഡും ജനറലൈസ്ഡും ആകുന്നു. ഈ പ്രായം തെറ്റിയ പ്രായത്തിൽ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത് പഠിക്കാൻ വേണ്ടിട്ടല്ലേ? അത് മാത്രം പറയരുത് മോളെ. ടീച്ചറെ, പഠിച്ചു വലിയ നിലയിലെത്തുമെന്ന വലിയ പ്രതീക്ഷയോടെ ഞങ്ങളുടെയൊക്കെ ഭാര്യമാരും കുട്ടികളും ഇല്ലാത്ത കാശുണ്ടാക്കി ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വിട്ടിരിക്കുന്നത്. വിശ്വാസമായില്ലെങ്കിൽ ടീച്ചർ ഒന്ന് കേട്ടു നോക്ക്. ഇവന്റെ മോന് ഇവനെ എഴുതിയ കത്ത വിടറാ. ഒരു സെക്കൻഡ്. എത്രയും പ്രിയപ്പെട്ട അപ്പ, അപ്പൻ നന്നായി പഠിക്കണം. അപ്പനിലാണ് ഞങ്ങളുടെ ഒരേ ഒരു പ്രതീക്ഷ. അപ്പം പഠിച്ച് വലിയ ആളായിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ, വിശ്രമിക്കാൻ. അപ്പം പാസ്സാവാൻ ഞാനും അമ്മച്ചിയും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് സ്വന്തം മോനൊപ്പ്. വെറുതെ ന്യൂസൻസ് ഉണ്ടാക്കാനാണെങ്കിൽ വേറെ സ്ഥലം നോക്കണം. നിങ്ങളെ പോലല്ല, മറ്റു കുട്ടികൾ ഇവിടെ പഠിക്കാനാ വരുന്നത്. അവിടെ 4 അക്ഷരം പഠിക്കേണ്ട നേരത്തെ അവൻ ടീച്ചർ ക്ലാസ് എടുത്തോളൂ. In his famous work, Critic of Practical Reason, Immanuel Kant discusses about the behavior of എന്നാടോ പോയി? ഞാൻ പോവാ, എനിക്കൊന്ന് പോയിക്കണം. ടീച്ചർ, എന്താ ഒന്ന് ലാബ് വരെ പോണായിരുന്നു. ലാബോ? ഫിലോസഫിക്കോ? അയ്യേ, ആ ലാബല്ല, ഇത് മെഡിക്കൽ ലാബ്. ഷുഗറും കൊളസ്ട്രോളും ചെക്ക് ചെയ്യാൻ കൊടുത്തായിരുന്നേ ഫുഡിന് മുമ്പ്. ഇപ്പൊ ഫുഡ് അടിച്ചു 1 മണിക്കൂറായി, ഒന്നുകൂടെ കൊടുക്കണം. എന്ത്? ബ്ലഡ്. കൂടെ ഞങ്ങൾക്കും പോണം, ഇല്ലെങ്കിൽ സൂചി കണ്ടാ മതി, അപ്പൊ തന്നെ കരയും. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ടീച്ചർക്ക് ഫീൽ ചെയ്തു. ഒന്ന് പോടാവേ, ഇതിനകത്ത് ഇരുന്ന് അടയിരിക്കാൻ ഞാൻ പണിക്കയില്ല. വാടക. ഓക്കേ.